പിറന്നാൾ ദിനത്തിൽ ആശംസ അറിയിക്കാൻ നേതാക്കളുടെ തിരക്കാണ് എന്ന് ഞങ്ങളുടെ പ്രതിനിധി റിപ്പോർട്ട് ചെയ്യുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശനുമായി NDA സംസ്ഥാന കൺവീനറും SNDP യോഗം വൈസ് പ്രസിഡന്റുമായ തുഷാർ വെള്ളാപ്പള്ളി ഇന്നൊരു കൂടിക്കാഴ്ച നടന്നുണ്ട്. വി ഡി സതീശൻ്റെ ആലുവയിലെ ദേശത്തുള്ള വീട്ടിലാണ് കൂടിക്കാഴ്ച. ലാൽകൃഷ്ണ ദേശത്തെ വീട്ടിൽ നിന്നും ചേരുന്നു. ലാൽകൃഷ്ണ, ഗുഡ് മോർണിംഗ്. സാധാരണഗതിയിൽ പതിവുള്ളൊരു സന്ദർശനമല്ല തുഷാർ വെള്ളാപ്പള്ളിയുടേത്. എന്താണ് സൗഹൃദ സന്ദർശനം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? എന്ത് സൗഹൃദമാണപ്പാ? തീർച്ചയായിട്ടും ഗുഡ് മോർണിംഗ് SKN. ഈ സന്ദർശനത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇത് SNDP യോഗത്തിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന രീതിയിലാണ് വരുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് മറ്റൊരു മാനം കൂടിയുണ്ട്. അതായത് NDAയുടെ കൺവീനർ കൂടിയാണ് തുഷാർ വെള്ളാപ്പള്ളി. മാത്രമല്ല BDJS എന്ന് പറയുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ, അതും NDAയോടൊപ്പം നിലനിൽക്കുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയാണ് അദ്ദേഹം എന്നൊരു കാര്യം കൂടിയാണ്. അപ്പോൾ അത്തരത്തിൽ നോക്കി കഴിയുമ്പോൾ ഒരു രാഷ്ട്രീയ മാനം കൂടി ഈ കൂടിക്കാഴ്ചയ്ക്കുണ്ട്. അതിനെ പ്രതിപക്ഷത്തിന് വേണമെങ്കിൽ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയും ചെയ്യാം. കാരണം ഈ NDA UDF കൂട്ടുകെട്ട് എന്നുള്ളതെല്ലാം വലിയ രാഷ്ട്രീയ കോലാഹലങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് കൂടിയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് സ്വാഭാവികമായിട്ടും ഇത്തരം ഒരു കൂടിക്കാഴ്ച അതിന് മാനങ്ങൾ മാറ്റും എന്നുള്ളത് തന്നെയാണ്. പക്ഷേ തുഷാർ വെള്ളാപ്പള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതൊരു സൗഹൃദ കൂടിക്കാഴ്ചയാണ്, താൻ വരുന്നത് SNDPയുടെ ഭാഗമായിട്ടാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴും SNDPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ രൂക്ഷമായ ഭാഷയിൽ ശ്രീ വി ഡി സതീശനെ പല ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പിന് മുൻപും തിരഞ്ഞെടുപ്പിന് ശേഷവും വിമർശിച്ച കാര്യം കൂടി നമുക്കറിയാം. ഈ കൂടിക്കാഴ്ചകൾക്കെല്ലാം അതിന് ഒരു മഞ്ഞുരുക്കലിൻ്റെ കാലഘട്ടം കൂടി ഉണ്ടാക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് SNDPക്കും അതോടൊപ്പം തന്നെ തുഷാർ വെള്ളാപ്പള്ളിക്കുമുള്ളത്. എന്താണെങ്കിലും 8 മണിയോട് കൂടി ആ കൂടിക്കാഴ്ച ഉണ്ടാകും എന്ന കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല വി ഡി സതീശൻ ഇന്ന് തിരിച്ചു പോകേണ്ട കോട്ടയത്തേക്ക് തിരിച്ചു പോകേണ്ടത് കൂടിയാണ്. ഉപരാഷ്ട്രപതിയുടെ പരിപാടിയിൽ പങ്കെടുക്കണം. അതിനിടയിലാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനം എന്ന് പറയുന്നത്. പിറന്നാളല്ല, ജന്മദിനമാണ് അദ്ദേഹത്തിന്. സാധാരണഗതിയിൽ ജന്മദിനം ആഘോഷിക്കാറില്ല. മെയ് 31 അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് എന്നുള്ളത് ആഘോഷമാക്കാറില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളും പറയുന്നത്. പിറന്നാളാണ് ആഘോഷിക്കാറുള്ളത്. കർക്കിടകത്തിലെ ചതയമാണ് അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ആയിട്ട് ആഘോഷിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ആഘോഷം ഒന്നും ഇന്നത്തെ ദിവസം ഉണ്ടാകുന്നില്ല. ഇതൊരു ഔദ്യോഗികമായ ഒരു പരിപാടി മാത്രമായിട്ട് അവസാനിക്കുമെന്നുള്ള കാര്യമാണ്. ഇന്ന് വി ഡി സതീശൻ്റെ ബർത്ത്ഡേ എന്നുള്ള കാര്യം ഒരേ ശബ്ദമാണല്ലോ എല്ലാവർക്കും. നിങ്ങളത് അറിഞ്ഞു വന്നത്? എന്തെങ്കിലും പരിപാടി പ്ലാൻ ചെയ്തു? ഒരു KCYMന്റെ ഒരു നിവേദനം നൽകാനുണ്ടായിരുന്നു. മൂലമ്പള്ളി പാക്കേജ് ഉൾപ്പെടെയുള്ള കാര്യം സീനെ കണ്ടു. സീം ഹാപ്പിയാണ്, ഞങ്ങൾ ഹാപ്പിയാണ്. വിശ്വാസമൊക്കെ അറിയിച്ചു? തീർച്ചയായും വിശ്വസെല്ലാം അറിയിച്ചായിരുന്നു. നിങ്ങൾ ഹാപ്പി? ഞങ്ങൾ ഹാപ്പിയാണ്. അതായത് വിശ്വസും മറ്റു കാര്യങ്ങളുമായിട്ട് ഒത്തിരി പേര് വരുന്നുണ്ട് അദ്ദേഹത്തെ ആശംസകൾ അറിയിക്കാൻ വേണ്ടി. ഇപ്പം നമ്മൾ കണ്ട് പൂക്കി മുഖ്യമന്ത്രി എന്നാണല്ലോ വി ഡി സതീശനെ വിളിക്കുന്നത്. അതുപോലെ പൂക്കിയായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ജൻസിൽപ്പെട്ട ഒത്തിരി പേര് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി കാണാനും നിവേദനം അർപ്പിക്കാനും എത്തുന്നവരുടെ തിരക്ക് വളരെ വലുതാണ്. അതിനോടൊപ്പം തന്നെയാണ് ഇത്തരത്തിൽ ആശംസകൾ അറിയിക്കാൻ എത്തുന്നവരും കണ്ട് അവരുടെ ആവശ്യങ്ങളോടൊപ്പം തന്നെ ആശംസകൾ അറിയിക്കുന്നവരായിട്ടുള്ളത്. അത്തരത്തിലുള്ള ആളുകളെ കൂടി നമുക്കിവിടെ കാണാൻ കഴിയും. വേറെ കുറേ ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങൾ CM-നെ കണ്ടോ? കണ്ടിരുന്നു. എന്താവശ്യമായിട്ട് വന്നായിരുന്നു? ഞങ്ങളൊരു പഴയ കമ്പനിയിൽ ഒരു സാലറി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊന്ന് ബോധിപ്പിക്കാൻ വേണ്ടി. ഒരു 100-150 പിള്ളേർ എഫക്റ്റഡ് ആയിട്ടുള്ള ഒരു കേസാണ്. മാസങ്ങളായിട്ട് സാലറി ഇല്ലാത്തൊരു ഇഷ്യൂയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സംസാരിച്ചു, സാറിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സാർ അത് SP-യിലേക്ക് ഫോർവേഡ് ചെയ്യാന്നുള്ളതും തുടർ നടപടികൾ സ്വീകരിക്കാൻ. ശരി, അദ്ദേഹത്തിന് പിറന്നാളാണ്, ബർത്ത്ഡേ ആണെന്നുള്ള? ഇല്ല, അറിയില്ലായിരുന്നു. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴെങ്കിലും? ഇല്ല, ഇപ്പോഴാണ് അറിയുന്നത്. അതെ. ഔദ്യോഗികമായിട്ട് ഇന്ന് അദ്ദേഹത്തിന്റെ ജന്മദിനമാണ്. അദ്ദേഹത്തിന് 62 വയസ്സ് തികയുന്ന ഒരു ദിവസം കൂടിയാണ്. നിങ്ങളുടെ കാര്യങ്ങൾ നടക്കട്ടെ. അത്തരത്തിൽ ആശംസകൾ അറിയിച്ചുകൊണ്ടും മറ്റു കാര്യങ്ങളുമായിട്ട് എത്തുന്നുണ്ട്. നമ്മൾ അദ്ദേഹത്തെ നേരിട്ട് കാണാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ആവശ്യങ്ങളുമായിട്ട് എത്തുന്നവരെ വലിയ തിരക്കുണ്ട്. മുഖ്യമന്ത്രിക്ക് ചുരുങ്ങിയ സമയമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ ആവശ്യമായി എത്തുന്നവർക്കാണ് അദ്ദേഹം പ്രഥമ പരിഗണന നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് തുഷാർ വെള്ളാപ്പള്ളി കൂടി എത്തുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി സമയം മാറ്റിവെക്കണം. പൊതുവായിട്ടുള്ള ആവശ്യങ്ങൾക്ക് എത്തുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സമയം മാറ്റിവെച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സേവനം ഇപ്പോൾ നിലവിൽ ഈ വീട്ടിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു ലാൽകൃഷ്ണ. ആലുവയിലെ ദേശത്തെ വി ഡി സതീശൻ്റെ വീട്ടിൽ നിന്നാണ് വിവരങ്ങളുമായി അദ്ദേഹം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.